ഹായ് ഹലോ, ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നലത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് നയന ആദർശിനോടൊക്കെ പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ കടന്ന് വളയും മാലയും കമ്മലും എല്ലാം ഊരി അവിടെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞിറങ്ങാണ്. ഈ സമയം നയന ആലോചിക്കുന്നുണ്ട്, ആദർശേട്ടാ എന്നെ ഒന്ന് വിളിക്കുവോ എന്നൊക്കെ മനസ്സിൽ പറയുന്നുണ്ടെങ്കിലും ആദർശ് പറയണം എന്തിനാ വീണ്ടും വീണ്ടും നിൽക്കുന്നത്, പോയിക്കൂടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവാണ്. താഴെ എത്തുമ്പോഴേക്കും നവ്യ ഒരു വാക്ക് പോലും ഉണ്ടാകുന്ന സന്തോഷം ഇങ്ങനെ നിൽക്കാണ് കേട്ടോ. അപ്പോഴേക്കും ജലജയ ദേവേനി പറയുന്നുണ്ട്, നിന്റെ തീരുമാനമല്ലേ ഇറങ്ങി പോക്കോ എന്നും പറഞ്ഞിട്ട് അവരും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഈ സമയം ആദർശ് പുറകെ വരുമ്പോഴേക്കും നയന ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ആദർശ് പറയാണ് ഞാൻ വണ്ടിയിൽ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ എനിക്കറിയാം അവതാരി ആവശ്യമില്ല, എനിക്ക് വീട്ടിലേക്ക് പോകാൻ അറിയാമെന്ന് പറഞ്ഞ് നയനെ കരഞ്ഞുകൊണ്ടാണ് അത് ഒരു തറവാടിന്റെ പടി ഇറങ്ങി പോവാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അവളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവളുടെ വീട്ടിലേക്ക് ചെന്ന് ബാഗ് വെക്കുമ്പോഴേക്കും നന്ദു വന്ന് കാണുന്നുണ്ട്. അങ്ങനെ നയനെയും കൂട്ടിക്കൊണ്ട് നന്ദു അകത്തേക്ക് പോകുന്നു. അകത്തേക്ക് ചെന്നപാടെ അച്ഛനമ്മയും ചോദിക്കണം എന്താ പ്രശ്നമെന്ന്. അപ്പൊ നയന നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ മുതൽ ഇവിടെ നിൽക്കാൻ പോണത് താലി അഴിച്ച് എഴുതി കൊടുത്തിട്ട് വരാൻ മേലായിരുന്ന മോളെന്ന് ചോദിക്കുമ്പോൾ ഇല്ലമ്മേ അത് പറ്റില്ല, മറ്റുള്ളതിന്റെ കഴുത്തിൽ താലി കെട്ടണ്ട, അതുകൊണ്ട് ഈ താലി ഇവിടെ തന്നെ കിടക്കട്ടെ എന്നും പറഞ്ഞിട്ട് നയന അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് ഗോവിന്ദന് ചങ്കിനകത്ത് വേദന ഉണ്ടാവുകയാണ്. അങ്ങനെ ഗോവിന്ദനോട് കുഴഞ്ഞു വീണാട്ടം നയനയുടെ മടിയിലേക്ക് കുഴഞ്ഞു വീണാട്ടം ചെയ്യുന്നത്. ഇത്രയും നമ്മൾ തലേ ദിവസം കണ്ടു നിർത്തിയത്. എന്നാൽ തമിഴിൽ നടന്ന സ്റ്റോറി എന്താണെന്നറിയാമോ? നയന പോകാൻ വേണ്ടിയിട്ട് റൂമിൽ റെഡി ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയത്തിന് മുത്തശ്ശൻ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ അവളെ സ്നേഹിക്കണം, നല്ല രീതിയിൽ നോക്കണം എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുക്കുന്ന സമയത്ത് ആദർശ് മുറിയിൽ പോയിട്ട് പറയണം നീ പോവാണ്ടാന്ന് പറഞ്ഞിട്ട് ആ മുറിക്കുള്ളിൽ തന്നെ ആ പ്രശ്നം അവസാനിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ മലയാളത്തിലാണ് ഇത്രയും വലിച്ചു നീട്ടി അവളെ വീട്ടിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. ഇത് ആരുടെയെങ്കിലും സ്വപ്നമായിരിക്കാമോ എന്നും ചെറിയ സംശയമാണ് കേട്ടോ. അപ്പൊ അത് എന്താണെന്നുണ്ടെങ്കിലും അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ വൈകുന്നേരം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കംപ്ലീറ്റ് സ്ക്രീൻഷോട്ടും വെച്ചിട്ട് ഇപ്പം നമ്മുടെ തമിഴിന്റെ ബേസിട്ടാണ് നമ്മൾ സ്റ്റോറി പറയാൻ പോകുന്നത്. അങ്ങനെ സ്വപ്നമല്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് ഈ മുത്തശ്ശി പറയുന്നുണ്ടല്ലോ, ആദർശ് നിന്റെ ഭാര്യയുടെ വില എന്താണെന്ന് നീ മനസ്സിലാക്കിയിട്ടില്ല, അവളെ പോലെ ഒരു പാവം പെൺകുട്ടി കിട്ടാൻ നീ പുണ്യം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അനിയും പറയുന്നുണ്ട് ഏട്ടത്തി ഇത് പാവ, ഏട്ടൻ ആ സ്നേഹം മനസ്സിലാക്കാതെ ഇന്നിവിടെ അവളെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ നീ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ ആദർശ് പറയാണ് ഇല്ലമ്മേ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, അവള് സ്വയമേ ഇവിടെ നിന്ന് ഇറങ്ങി പോയതാണ് എന്ന് പറയുന്നു. പക്ഷെ അവള് പോകാൻ നേരം നീ പോകണ്ടെന്ന് അവളോട് പറഞ്ഞു എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ പറയാണ് ഇല്ലമ്മേ ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ എന്തിനാ പറയുന്നത്, അവള് പോകാൻ തീരുമാനിച്ചതല്ലേ എങ്കിൽ പോട്ടെ എന്ന് ഞാനും കരുതി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഇതേ സമയത്ത് ജലജ ദേവ്യാനോട് പറയാണ് എന്തായാലും അവളെ ബാഗും തൂക്കി ഇവിടെ ഇറങ്ങിപ്പോയ കാര്യം വീട്ടിലാരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു പറയുന്നു. അപ്പൊ ഇത്രയും ലെങ്തി ആയിട്ടൊക്കെ അവളുടെ ഇറങ്ങിപ്പോക്കിനെ കുറിച്ച് ചർച്ച ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് സ്വപ്നമായിരിക്കില്ല. മലയാളത്തിൽ ഇച്ചിരി ചേഞ്ച് ആക്കിയിട്ട് നയന ഇറങ്ങിപ്പോയതായിട്ട് തന്നെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അങ്ങനെ നയന ഇറങ്ങിപ്പോയതിനെ കുറിച്ച് ജലജയും സംസാരിക്കുകയാണ്. ജലജ പറയാണ് ചിലപ്പോ ഏട്ടനും മുത്തച്ഛനും കൂടിയിട്ട് തന്നെ വേണമെങ്കിൽ പോയിട്ട് അവളെ വിളിച്ചോണ്ട് വരും, അതായിരിക്കും സംഭവിക്കാൻ പോകുന്നില്ല, നമ്മുടെ തലേ കയറുമായിരിക്കും ദേവേനി പറയുമ്പോൾ എന്തിന് അവള് സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതിന് നമ്മൾ എന്തിനാ പറഞ്ഞതിന് ദേവേനി ജലജയും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനിയാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കാണ് കേട്ടോ. അപ്പം മുത്തശ്ശന് ഈ കാര്യം അറിയാണ്, ഒന്നെങ്കിൽ അനിയായിരിക്കും പറയുക അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് മുത്തശ്ശൻ അറിയുന്നുണ്ടാവും. അങ്ങനെ മുത്തശ്ശൻ അനിയും പറഞ്ഞു വിടുകയാണ് ആദർശിനെ വിളിച്ചോണ്ടാൻ. അങ്ങനെ ആദർശ് മുത്തശ്ശന്റെ അടുത്തേക്ക് പോവാണ്. മുത്തശ്ശൻ ചോദിക്കുകയാണ് നയനമോൾ എവിടെയും ചോദിക്കുമ്പോൾ അത് മുത്തശ്ശ എന്ന് പറയുമ്പോൾ അറിയാം ഞാനെല്ലാം അറിഞ്ഞു, നയനമോളെ ഈ വീട്ടിൽ നീ പടിയിറക്കി വിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല മുത്തശ്ശ, അവൾ സ്വന്തമായി ഇറങ്ങിപ്പോയതെന്ന് പറയുമ്പോൾ നീ തിരികെ വിളിച്ചില്ലെന്ന് ചോദിക്കുകയാണ്. അത് ഞാനൊന്നും പറഞ്ഞില്ല, അവൾ ഇറങ്ങി പോയതല്ലേ തന്നിഷ്ടപ്രകാരം എന്ന് ആദർശ് ചോദിക്കുന്നു. മുത്തശ്ശൻ പറയാണ് എനിക്ക് നീ ഒരു വാക്ക് തരണം, ഡോക്ടർ പറഞ്ഞ കേട്ടല്ലേ 1 വർഷം കൂടി എങ്ങനെ ഞാൻ ജീവനോട് ഇരിക്കുള്ളെന്ന്, അതിനു മുമ്പ് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്ന എനിക്ക് കാണണം, ഈ ഒരു അവസരം മുതലെടുത്ത് ഞാൻ ചോദിക്കുകയാണെന്ന് ഓർക്കല്, ഈ കളവന്റെ ആഗ്രഹം നീ സാധിച്ചു തരില്ലേ എന്ന് ആദർശനോട് ചോദിക്കുമ്പോഴേക്കും ആദർശ് എന്താ മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ് എനിക്ക് ഞാൻ മരിക്കാൻ പോകുന്ന ആളല്ലേ, അന്ത്യാഭിലാഷമായിട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചു നീ നടത്തി തരുമെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശ അങ്ങനെയൊന്നും പറയില്ലെന്ന് പറഞ്ഞിട്ട് ആദർശ് അരികിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പൊ മുത്തശ്ശൻ പറയാണ് എനിക്ക് നീ ഒരു കാര്യം ചെയ്തു തരണം, അതായത് നയനമോള് നീയുമായിട്ട് നല്ല ദാമ്പത്യത്തോടെ ജീവിക്കണം, നല്ല സന്തോഷം സ്നേഹമായിട്ട് ജീവിക്കണം, ഞാനാണ് നിന്റെ കയ്യിൽ പിടിച്ച് അവളെ ഏൽപ്പിച്ചത്, ആ പാവം അതുകൊണ്ട് ദുരിതം അനുഭവിക്കാൻ പാടില്ല, അവള് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി നീ പറഞ്ഞല്ലോ, നീ തന്നെ പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ട് വരണം, ശേഷം മുടങ്ങിപ്പോയ ചടങ്ങ് നീ തന്നെ പൂർത്തീകരിക്കണം എന്ന് മുത്തശ്ശൻ പറയുന്നത് കേൾക്കുമ്പോൾ ആദർശം ഞെട്ടിപ്പോവാണ് കേട്ടോ. കാരണം അവൾ ഇറങ്ങിപ്പോയതല്ലേ, ഇനിയും പോയി വിളിച്ചാൽ അവന്റെ അഭിമാനം എന്താവും, അമ്മയുടെ മുമ്പിലും അവൻ നാണം കിട്ട് പോകുമെന്ന് ആദർശിനൊരു തോന്നൽ. അത് മാത്രമല്ല കേട്ടോ, അമ്മയ്ക്ക് വേണ്ടിയാണല്ലോ ആ ചടങ്ങ് പാതിക്ക് വെച്ച് തന്നെ ആദർശ് കുളമാക്കി കളഞ്ഞത്, ഇനിയും അത് താൻ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ മുമ്പിൽ താൻ ചൂളി പോകുമെന്ന് ആദർശിനൊരു പേടി. അതുകൊണ്ട് ആദർശ് പറയണം മുത്തശ്ശ എന്ന് വിളിക്കുമ്പോൾ എന്താടാ നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ നീ അത് പറഞ്ഞോ, ഇനി മേലാൽ നീ അങ്ങോട്ട് മിണ്ടരുത്, ഞാൻ നീയുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് മുത്തശ്ശൻ പറയുമ്പോൾ ആദർശ് പറയണം ഇല്ല മുത്തശ്ശ ഞാൻ ഇനി മുതൽ അവളെ സ്നേഹിക്കാൻ ശ്രമിക്കാം, ഓരോ പ്രാവശ്യം എന്നെ സഹായിക്കുമ്പോൾ അവളുടെ എനിക്ക് സ്നേഹമൊക്കെ തോന്നിയിട്ടുണ്ട്, പക്ഷെ അവളുടെ അമ്മയോടുള്ള പെരുമാറ്റം കാണുമ്പോഴും അമ്മയ്ക്ക് അവളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടും എനിക്ക് അവളുടെ വെറുപ്പാണ് എന്ന് പറയുമ്പോൾ ഇനി മുതൽ ആ വെറുപ്പ് പാടില്ല നയനമോളെ, ഞാൻ നിന്റെ കൈപിടിച്ച് ഏൽപ്പിച്ചത് ഈ കിളവൻ മരിച്ചു കഴിഞ്ഞിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ പറയാൻ കേട്ടോ. അപ്പോഴേക്കും ആദർശ് മുത്തശ്ശന്റെ കയ്യില് വാക്ക് കൊടുക്കാണ്.
അങ്ങനെ ആദർശ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ട് നയനെ വിളിക്കാൻ ചെല്ലുമ്പം ഗോവിന്ദന് സുഖമില്ലാത്ത വിവരമൊക്കെ അറിയുന്നുണ്ടായിരിക്കാം. അങ്ങനെ എന്തായാലും ഗോവിന്ദന് ക്ലാസ്സിൽ പോയല്ലേ പറ്റുള്ളൂ. ആദർശ് കോംപ്രമൈസ് ചെയ്ത് നയനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനോട് പറയാണ്, ഇനി ഒരിക്കലും ഞാൻ വഴക്കുണ്ടാക്കില്ല, ദയവ് ചെയ്ത് നീ എന്റെ കൂടെ വരണമെന്ന് പറയുമ്പോൾ എന്തായാലും നയന അവളുടെ വീട്ടിലാണല്ലോ, അപ്പൊ എന്തായാലും അമ്മയെ എന്തൊക്കെ എതിർത്ത് പറയുന്നുണ്ടായിരിക്കും. ഇനി എന്റെ ഇടത്തെ കരയിക്കുന്നില്ല എന്താ ഉറപ്പെന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശ് നയനയുടെ കൈ പിടിച്ചിട്ട് നയനയുടെ കയ്യിൽ സത്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇല്ല, ഒരിക്കലും ഞാൻ നയനെ വഴക്കുണ്ടാക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യില്ല എന്ന് പറയും. സത്യമാണോ എന്ന് അവർ ചോദിക്കുമ്പോൾ സത്യമായിട്ടും ഇത് ആദർശിന്റെ വാക്കാണെന്ന് പറഞ്ഞിട്ട് നയനയുടെ കയ്യും പിടിച്ച് ബാഗുമായിട്ട് ആദർശം നയനയും കൊണ്ട് അവർ വീട്ടിൽ നിന്നും ഇറങ്ങി അനന്തപുരിയിലേക്ക് ചെന്ന് കയറും. അങ്ങനെ അവർക്കും ഒരുപാട് സന്തോഷമാണല്ലോ കേട്ടോ. ഗോവിന്ദനും കനകയ്ക്കും ഒക്കെ സ്നേഹത്തോടെ ഒന്ന് തിരികെ വിളിച്ചല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ അനന്തപുരിയിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും ആകെപ്പാടെ നമ്മുടെ ദേവയാനി അങ്ങ് ഷോക്കായിട്ട് നിൽക്കാണ് കേട്ടോ. ആദർശ് ഇവളെ കൊണ്ട് കൂട്ടിക്കൊണ്ട് വരുന്ന കണ്ടിട്ട് അവള് പോയല്ലോ എന്നും കരുതി സമാധാനിച്ചിരിക്കുവായിരുന്നല്ലോ ജലജയൊക്കെ. ആദർശ് പോകുന്നതിന് തൊട്ട് മുമ്പ് പോലും ജലജ പറഞ്ഞതായിരുന്നു, അവള് നിന്റെ ജീവിതത്തിൽ ഇരുട്ടാ, അവൾ ഇറങ്ങി പോട്ടെ എന്നൊക്കെ പറഞ്ഞല്ലേ. അങ്ങനെ ഇവനെ അവളെ കൊണ്ട് കയറി വരുന്ന കാണുമ്പോഴേക്കും അവരാകപ്പാടങ്ങ് ഷോക്കായിട്ട് നിൽക്കാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കാണ്, ആദർശ് എന്ത് പണി നീ കാണിച്ചേന്ന് ദേവയാനി ചോദിക്കുമ്പം, അമ്മേ എന്നോട് മറുത്തൊരു വാക്കുപോലും പറയരുത് പ്ലീസ് എന്നും പറഞ്ഞിട്ട് ആദർശ് പറയാണ്, നയന നീ അകത്ത് കയറിപ്പോ പോന്നും പറഞ്ഞിട്ട് ആദർശ് അകത്തേക്ക് നയനയെ കയറ്റി വിടുകയാണ്. ഈ സമയത്ത് മുത്തശ്ശൻ ഹാളിലേക്ക് വരുന്നു. അങ്ങനെ എല്ലാവരും ഹാളിൽ ഒന്ന് ഇറങ്ങി കാണാം. ഈ വീട്ടില് ഇതുവരെ ഈ തറവാട്ടിൽ ഉണ്ടാവാത്ത പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നത് അതിന് കാരണക്കാരി ദേവയാനി, നീ ഒറ്റ എഴുത്തിയ, നീ ഇനി മാറിയില്ലെങ്കിൽ പറ്റില്ല എന്ന് ജയൻ പറയുന്നു. ദേവയാനി ചോദിക്കാണ്, അതിന് ഞാൻ എന്ത് ചെയ്തു? ഞാനാണോ ആദർശനോട് അങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്, അതോ അവളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് ഞാനാണോ? അപ്പോഴേക്കും മുത്തശ്ശി പറയണ, നീ ഒന്നും പറയണ്ട, നീയൊക്കെ കടന്ന് ഇവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ ഞാൻ കേട്ടതാ, അവൾ അഭിമാനമുള്ള പെൺകുട്ടിയാ, അതുകൊണ്ട് അവൾ ഇവിടുന്ന് ഇറങ്ങി പോകാൻ പോയത്. നീ പറഞ്ഞില്ലേ അവളുടെ ആവശ്യമില്ല, ഇറങ്ങി പോയിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് നീ കുറെ തവണ അവളെ പുച്ഛിച്ചില്ലേ, അഭിമാനമുള്ള പെൺകുട്ടി ആയണ്ട അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് എന്ന് മുത്തശ്ശി പറയാനട്ടോ. മുത്തശ്ശൻ പറയാണ്, വേണ്ട, ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ ആരും വഴക്കുണ്ടാക്കരുത് എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും മിണ്ടാതെ നിൽക്കാനട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, ആദർശേ ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയില്ലേ, പോയി നയനെ കൂട്ടിക്കൊണ്ടുപോവാ എന്ന് പറയാനട്ടോ. അങ്ങനെ മുറിയിലേക്ക് ചെന്ന് ആദർശ് പറയാണ്, നയന എന്റെ കൂടെ വാന്നും പറഞ്ഞിട്ട് കയ്യിൽ പിടിച്ച് ആദർശ് നയനയും കൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നു. അപ്പൊ എന്താണെന്ന് എല്ലാവരും സ്തബ്ധരായിട്ട് നിൽക്കാനട്ടോ. അപ്പോഴേക്കും ജലജ പറയാണ്, ഏട്ടത്തി ഇനി ഒരു പക്ഷേ ആ പൂജയിൽ മുടങ്ങിപ്പോയ കാര്യമെല്ലാം ചെയ്യിക്കാനായിരിക്കോ അച്ഛൻ അവനെ പറഞ്ഞു വിട്ട് നയനെ വിളിപ്പിച്ചത്? ദേവേനി പറയാണ്, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല, എന്റെ മോനത് ചെയ്യില്ല എന്ന് ഭയങ്കര അഹങ്കരിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ കേട്ടോ. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വരുമ്പം ജാനകിയോട് മുത്തശ്ശി പറയാണ്, ആ വിളക്കും പൂവും ഇങ്ങനെ എടുത്തോണ്ട് വാ എന്ന് പറയാണ്. അങ്ങനെ ജാനകി അത് കൊണ്ട് കൊടുത്ത പാടെ ആദർശ് നയനയുടെ തലയിൽ പൂവിട്ട് അവളെ അനുഗ്രഹിക്കുന്നു. അവളിപ്പോ ആദർശിന്റെ കാൽക്കൽ വീണിട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. അങ്ങനെ അവളുടെ വ്രതം അവൾ അവസാനിപ്പിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ആകെപ്പാടെ ചെവിന്ന് പോകപ്പോയ അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ ദേവയാനി. ദേവയാനി കളിയാക്കാൻ ഒട്ടും മറക്കാതെ ജലജയും അരികിൽ തന്നെയുണ്ട്. അപ്പൊ ഇത്രയുമായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത്. തമിഴിനേക്കാളും മലയാളത്തിൽ ഒരു കുറച്ചൊക്കെ ഡിഫറൻസ് വന്നിട്ടുണ്ട് നയന വീട്ടിൽ പോകുന്ന ഒരു സീൻസ് ഒക്കെ. അപ്പൊ മലയാളത്തിന്റെ ഇന്നത്തെ പ്രോമോയും തമിഴും കൂടെ കൂട്ടിക്കാലത്ത് നമ്മൾ ബാക്കിയുള്ള ഗസിങ് ഇട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ തന്നെ ആയിരിക്കാം 90% നടക്കാൻ പോകുന്നത്. അപ്പം എന്തായാലും പത്തനംതിട്ടന്റെ അപ്ലോഡിംഗ് ഉണ്ടാവുന്നത് ഏകദേശം ഒരു 5-6 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും. ആ സമയത്ത് തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ സ്ക്രീൻഷോട്ട് സഹിതം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ മിസ്സാവാതിരിക്കും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.